അസമിൽ നിന്നുള്ള വാർത്ത അങ്ങേയറ്റം ആശങ്കാജനകമാണ്. പ്രളയക്കെടുതിയിൽ ആ സംസ്ഥാനം മുന്നോട്ട് പോകുന്നു. മരിച്ചവരുടെ എണ്ണം 72 എന്നുള്ളതാണ്. 24 ലക്ഷത്തോളം ആളുകളെയാണ് പ്രളയം ബാധിച്ചത് എന്നുള്ളതാണ്. സ്വാതിയാണ് ദില്ലിയിൽ നിന്ന് ഇതിൻ്റെ ആകെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സ്വാതി, ഞാനിപ്പോൾ അസമിനെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. ബ്രഹ്മപുത്ര നദി അടക്കം കരകവിഞ്ഞ് ഒഴുകുന്നു. അതിൻ്റെ ഒരു സാഹചര്യം. ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ് ഇപ്പോഴത്തെ ഈ പ്രളയം വലിയ തോതിൽ കനത്ത മഴ ബാധിച്ചിട്ടുള്ളത്? ശരത്, ആസാം സൂചിപ്പിച്ച പോലെ തന്നെ ആസാമിലും ഉത്തരാഖണ്ഡിലും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ മഴക്കെടുതി വ്യാപക നാശം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളാകെ വലഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഏകദേശം 24 ലക്ഷത്തോളം ആളുകളെയാണ് ഈ പ്രളയം ബാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിർത്താതെ പെയ്ത മഴയിൽ ഈ ബ്രഹ്മപുത്ര നദി അടക്കം 9 നദികളോളം സംസ്ഥാനത്തെ 9 നദികളോളം കരകവിഞ്ഞൊഴുകുന്നത് വലിയ തരത്തിൽ ഈ പ്രളയത്തിൻ്റെ വ്യാപ്തി കൂട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗതാഗത സൗകര്യങ്ങളെല്ലാം പൂർണ്ണമായി നിലച്ച ഒരു സാഹചര്യം തന്നെയാണ്. നിരവധി നദികൾ കരകവിഞ്ഞൊഴുകുന്നു. വീടുകളും പാലങ്ങളും ഒക്കെ തകർന്നു വീഴുന്ന കാഴ്ചകൾ തന്നെയാണ് അവിടെ നിന്നുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കാസിരംഗ ദേശീയ ഉദ്യാനത്തിലടക്കം വലിയ നാശനഷ്ടങ്ങളും അവിടുത്തെ വന്യജീവികളും ഒക്കെ വലിയ രീതിയിൽ വെള്ളത്തിൽ ഒഴുകി പോകുന്ന കാഴ്ചകളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. എന്തായാലും ആ തരത്തിൽ തന്നെയാണ് അസം മുന്നോട്ട് പോകുന്നത്. വലിയ പ്രളയ നാശനഷ്ടങ്ങൾ ഒക്കെയും സംഭവിക്കുന്നു. ഈ കണ്ടിന്യൂസ് ആയി ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ജലനിരപ്പ് അപകട നിലയിൽ നിന്നും അതിലും കൂടുതലായി ഉയരുന്നൊരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആശങ്കയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. കഴിഞ്ഞ ദിവസം 2 കുഞ്ഞുങ്ങളും മരണപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതോടെ 72-ലധികം ആളുകളാണ് ഈ അസമിൽ മാത്രം മരണപ്പെട്ടിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേ നില തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ വെള്ളപ്പൊക്കം സാധ്യതകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. രാജസ്ഥാനും പശ്ചിമ ബംഗാളും ഒക്കെ കനത്ത മഴയിൽ മുന്നോട്ട് പോകുന്നു. ഇവിടങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം മുതൽ ഓറഞ്ച് അലേർട്ട്, യെല്ലോ അലേർട്ടൊക്കെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അസമിൽ ഇപ്പോഴും ഓറഞ്ച് അലേർട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 577-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് അസമിൽ മാത്രം തുറന്നിട്ടുള്ളത്. ജനങ്ങളുടെ ജീവിതം വലിയ ദുസ്സഹമായി തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കാണുവാൻ കഴിയുന്നത്. ശരത്, ശരി, സ്വാതിയാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്.